അതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ മീനിങ് കൂടെ ഉണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ ഫസ്റ്റ് ഐ ഹാവ് ടു അപ്ലോഡ് യു സെയിങ് ഇറ്റ് ഹാസ് എ വണ്ടർഫുൾ ബഞ്ച് ഓഫ് ടാലൻസ് ഇൻ ടേംസ് ഓഫ് കാസ്റ്റിംഗ്, ഇൻ ടേംസ് ഓഫ് റൈറ്റിംഗ്, ഇൻ ടേംസ് ഓഫ് ടെക്നിക്കാലിറ്റീസ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു പ്രോജക്റ്റിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടുന്നതിൻ്റെ എല്ലാ ഔട്ടും ആ സിനിമയിൽ കാണാനുണ്ട്. സോ ലെറ്റ്സ് ക്രാഷ് ഇൻ വിത്ത് ദ ഫസ്റ്റ് സീൻ വേർ യു ഇൻട്രൊഡ്യൂസ് ദ കാറ്റർപില്ലർ. നിങ്ങളുടെ ഓപ്പണിംഗ് ഷോട്ടിൽ കാറ്റർപില്ലറാണ്, കമ്പിളിപ്പുഴു. ആൻഡ് എൻ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ. നമ്മുടെ ലൈഫിൻ്റെ ഒരു കംപ്ലീറ്റ് സർക്കിളിനെയാണ് നിങ്ങൾ മീനിങ് ഫുള്ളി കാണിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ പുറകെ പോയൊരു തോട്ട് പ്രോസസ്സിനെ ഫുള്ള് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് കൊള്ളാമെന്നുണ്ട്. ആക്ച്വലി ഓപ്പണിംഗ് ഇമേജ്, എൻഡിങ് ഇമേജ് എന്ന് പറയുന്നത് സേവ് ദ ക്യാറ്റ് ബീറ്റാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. സേവ് ദ ക്യാറ്റ് എന്ന് പറയുന്ന ബുക്കിൽ ഒരു ബീറ്റ് ഷീറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഓപ്പണിംഗ് ഇമേജ് നമ്മൾ പടം തുടങ്ങുമ്പോൾ എന്ത് ഇമേജ് കൊടുക്കുന്നു എന്നുള്ളൊരു സാധനം. തുടക്കത്തിൽ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് എന്താണോ, അവൻ്റെ മൈൻഡ് എന്താണോ, അത് മെറ്റഫറിക്കൽ മീനിങ് ചെയ്യുന്ന ഒരു സാധനം വെച്ചിട്ട് തുടങ്ങിയാൽ. കാര്യം ഇതിൽ കാറ്റർപില്ലർ ഈ ചൊറിയൻ പുഴു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ആട്ടാമ്പുഴു എന്ന് പറയും. ആട്ടാമ്പുഴു ഒരു ക്യാരക്ടർ തന്നെയാണ്, കഥയുടെ എല്ലാ പിവറ്റൽ പോയിന്റ്സിലും വരുന്നുണ്ട്. അതെ 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 അതെ. ഈ ആട്ടാമ്പുഴുവിൻ്റെ സ്വഭാവം തന്നെയാണ് അതൊരു ചൊറിയൻ പുഴു, അതാണ് CP. അതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ മീനിങ് കൂടെ ഉണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും കാറ്റർപില്ലറിൽ നിന്ന് നേരെ പൂമ്പാറ്റയിലോട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹവും കൂടെയാണ് ആ ഒരു ഓപ്പണിംഗ് ഇമേജിലും എൻഡിങ് ഇമേജിലും വച്ചിരിക്കുന്നത്.